ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈവിംഗിനിടെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം 5 പേർ മണിക്കൂറുകളായി കുടുങ്ങിക്കിടക്കുന്നു. ക്രെയിനിന്റെ സാങ്കേതിക തകരാറാണ് കാരണം. സ്കൈ ഡൈവിംഗ് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, കുറച്ച് മണിക്കൂറുകളായി ഈ സാങ്കേതിക തകരാർ പരിഹരിച്ച് ഇവരെ താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഫലം കണ്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതുവരെയും ഈ സ്കൈ ഡൈനിങ് ഉപയോഗിച്ചിരുന്ന ക്രെയിൻ താഴേക്ക് താഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ 2 പേരെ മുകളിൽ നിന്ന് താഴെ, അതായത് ഈ സ്കൈ ഡൈനിങ്ങിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മുതിർന്ന 2 പേരെയാണ് ഇറക്കിയിട്ടുള്ളത്. ആകെ 5 പേരാണ് ഈ ഒരു സ്കൈ ഡൈനിങ്ങിൽ ഉള്ളത്. ജീവനക്കാർ ഉൾപ്പെടെയാണ്. ഇനിയിപ്പോൾ 2ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ താഴേക്ക് എത്തിക്കേണ്ടതായുണ്ട്. വലിയ വടം ഉപയോഗിച്ച് വലിച്ചു കെട്ടിയ ശേഷം അത്തരത്തിലാണ് അവരെ താഴേക്ക് ഇറക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സിന്റെ സേവനം, ഫയർഫോഴ്സ് നിലവിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ വാഹനം ഉപയോഗിച്ച് ഈ ഏണികൾ ഉപയോഗിച്ചെല്ലാം തന്നെ ഇവരെ താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറോളം ഇത്തരത്തിൽ ഈ വിനോദസഞ്ചാരികൾ ഈ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിക്കിടന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ സ്കൈ ഡൈനിങ് എന്ന് പറയുന്നത് ക്രെയിൻ ഉപയോഗിച്ച് ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തിയ ശേഷം, അതായത് വായുവിൽ ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു സംവിധാനം ഒരുക്കുക, അത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഈ സ്കൈ ഡൈവിങ്ങിലൂടെ ഈ ഉദ്ദേശിച്ചിരുന്നത്. കഴിഞ്ഞ 3-4 മാസക്കാലത്ത് മുമ്പാണ് ആനച്ചാലിൽ ഈ ഒരു സ്കൈ ഡൈനിങ്ങിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ സമയത്ത് ക്രൈംബ്രാഞ്ച് വിശദമായ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഈ സ്കൈ ഡൈനിങ്ങുമായി ബന്ധപ്പെട്ട് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല, അല്ലെങ്കിൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് ഈ സ്കൈ ഡൈനിങ്ങിന്റെ പ്രവർത്തനം നടക്കുന്നത് എന്ന് നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് സമർപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അവർ നൽകുന്ന വിവരം. എന്തായാലും മണിക്കൂറുകളോളം ഈ ആശങ്കാജനകമായ രീതിയിൽ തന്നെ ഇപ്പോഴും ആ സ്കൈ ഡൈനിങ്ങിന് മുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു, അതായത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. ഈ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഈ മുകളിൽ നിന്ന് 2 പേരെ ഇറക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ എങ്ങനെ താഴേക്ക് ഇറക്കുമെന്നുള്ള ഒരു ആശങ്കയുണ്ട്. അതായത് പ്രായം കുറഞ്ഞ 2ഉം 4ഉം വയസ്സുള്ള ചെറിയ കുട്ടികളാണ്. ഏകദേശം 150 മീറ്ററിലധികം ഉയരത്തിലാണ് ഈ സ്കൈ ഡൈനിങ് നിൽക്കുന്നത്. അത് ഈ യന്ത്രത്തിന്റെ തകരാർ, അതായത് ഈ ട്രെയിൻ താഴേക്ക് താക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിന്റെ തകരാറാണ് ഇത്തരത്തിൽ ആളുകൾ, വിനോദസഞ്ചാരികൾ മുകളിൽ കുടുങ്ങാൻ കാരണമായത് എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം. ഇത് ഏത് തരത്തിൽ ഇത് പരിഹരിച്ച് ഈ ക്രെയിൻ പൂർണ്ണമായും താഴേക്ക് താക്കാനാകുമെന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതിന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ, അതിന്റെ ടെക്നീഷ്യന്മാർ തന്നെ എത്തിയെങ്കിൽ മാത്രമേ ഈ സ്വിച്ച് നന്നാക്കി ഈ ക്രെയിൻ താഴേക്ക് ഇറക്കാൻ സാധിക്കൂ. അതുവരെ മുകളിൽ ആളുകളെ ഇരുത്തുക എന്നുള്ളത് അത്രത്തോളം സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത്ര ഉയരത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇത് താഴേക്ക് പതിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ തള്ളിക്കളയാനാവില്ല. ഈ ലിവറുകൾ എന്തെങ്കിലും സാഹചര്യത്തിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ മുകളിൽ ഇരുത്തുക, അല്ലെങ്കിൽ ഈ ഒരു സ്കൈ ഡൈനിങ്ങിൽ തന്നെ ഇരുത്തി ഇതിന്റെ യന്ത്ര തകരാറ് പരിഹരിച്ച് താഴേക്ക് ഇറക്കുക എന്നുള്ളത് അത് പ്രശ്നങ്ങൾ വഷളാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ മറ്റ് ബദൽ മാർഗങ്ങളിലൂടെ ഈ മുകളിൽ കുടുങ്ങിയിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. സുബിൻ, അതോടൊപ്പം ഇതൊരു സ്വകാര്യ സ്കൈ ഡൈനിങ് ആണല്ലോ. ഇവിടെ ഈ ക്രെയിനിന്റെ സാങ്കേതിക തകരാർ അവർ തന്നെ ആദ്യം പരിഹരിക്കാൻ ശ്രമിച്ചുവെന്നും പിന്നീട് അത് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഫയർഫോഴ്സിന്റെ സഹായം തേടിയത് എന്നൊക്കെയുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. എന്തായാലും ഫയർഫോഴ്സ് സംഘം എത്തിയതിനു ശേഷം ഏതെങ്കിലും രീതിയിൽ ഉള്ള ഒരു പുരോഗതി ഇതിന്മേൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സംഘം എത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ മുകളിൽ നിന്ന് 2 പേരെ താഴേക്ക് ഇറക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ നൽകുന്ന വിവരം. അതായത് ആദ്യഘട്ടത്തിൽ ഈ യന്ത്ര തകരാർ പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ നടത്തിപ്പുകാർ തന്നെ നടത്തിയിരുന്നു. അതായത് ഈ സ്വിച്ച് ഏതെങ്കിലും തരത്തിൽ ക്ലിയർ ആക്കിയ ശേഷം താഴേക്ക് സ്കൈ ഡൈനിങ് താഴേക്ക് ഇറക്കാൻ കഴിയുമോ എന്ന് അവർ പരിശോധിച്ചിരുന്നു. പക്ഷേ ഇത് ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ഫയർഫോഴ്സിനെയോ അല്ലെങ്കിൽ പോലീസിനെയോ അവർ വിളിച്ചറിയിച്ചിരുന്നില്ല. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ വിളിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചപ്പോൾ ഇത്തരത്തിലൊരു വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല, അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ നൽകിയത്. പോലീസ് സമാനമായ മറുപടിയാണ് നൽകിയത്. അത്തരത്തിൽ ഈ തകരാറ് സംഭവിക്കുകയും ആളുകൾ ഇതിനു മുകളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു തകരാർ പരിഹരിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിയത്. ഒരു തരത്തിലും ഇത് തകരാർ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ പോലീസിനെയും പിന്നീട് വിവരം അറിയിച്ചത്. അവർ എത്തിയ ശേഷം കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട്
താഴേക്ക് ഇവരെ ഇറക്കാനുള്ള ഒരു ശ്രമവുമാണ് നിലവിൽ നടക്കുന്നത്. ഈ നടത്തിപ്പുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ ആളുകൾ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നു, ഒരു തരത്തിലും അത് ഇറക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും മണിക്കൂറുകളോളം ഈ വിനോദസഞ്ചാരികളെ അതിന് മുകളിൽ തന്നെ തുടരുകയും അത് വലിയ അപകടങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അവർ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതായുമുണ്ട്. ശരി സുബിൻ, ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിനിടെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം 5 പേർ മണിക്കൂറുകളായി കുടുങ്ങിക്കിടക്കുകയാണ്. ക്രെയിനിന്റെ സാങ്കേതിക തകരാറാണ് കാരണം. സ്കൈ ഡൈനിങ് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും വരുന്നു. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.